അല്ല ഗൈസ്, മഴയാണ് ഗൈസ് കാലത്തെ. ഞങ്ങളിന്ന് ഉപ്പർട്ടൽ പോകണം. ഉപ്പർട്ടൽ എന്തിനാണ് പോണത്? എമ്പുരാൻ കാണാനുള്ള തിയേറ്റർ പൂപ്പട്ടലിൽ മാത്രമേ നമുക്ക് പറ്റിയ സമയത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ പോകേണ്ട വഴി ട്രോയ്സ്റ്റോ സ്റ്റേഷൻ, കൊളോൺ മെസ്സെ, അത് കൊളോൺ സ്റ്റേഷൻ മുന്നിലുള്ളൊരു സ്റ്റോപ്പാണ്. പിന്നെ അവിടെ നിന്ന് പൂപ്പട്ടൽ ട്രെയിൻ. ഇപ്പോൾ പൂപ്പട്ടൽ എന്ന് പറയണത് നമ്മുടെ VRS റീജിയൺ അല്ല, അത് VRR റീജിയനാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ടിക്കറ്റ് ഞങ്ങൾ സ്ഥിരം എടുക്കുന്ന ഡെയിലി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേറെ കോമ്പിനേഷൻ ടിക്കറ്റ് കിട്ടും. അത് NRW ടിക്കറ്റാണ്, നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ. അതാണ് ഈ പ്രോവിൻസിൻ്റെ പേര്, ഇവിടുത്തെ ഈ സ്റ്റേറ്റിൻ്റെ പേര്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ NRW വലിയ സ്റ്റേറ്റിനകത്തുള്ള എല്ലാ സ്ഥലത്തേക്കും നമുക്ക് എക്സ്പ്രസ് ട്രെയിൻസ് ഒഴിച്ച് ബാക്കിയുള്ളതിലും ഫ്രീ ആയിട്ട് പോവാം. പൂപ്പട്ടലിൽ ഒരു യുണീക്ക് ഒരു മെട്രോ ഉണ്ട്, പിന്നെ ഷ്വേബി ബാൺ എന്നാണ് പറയണത്. എന്താ പറയുക, സസ്പെൻഷൻ ട്രെയിനാണ്. ട്രാക്ക് ട്രെയിനിൻ്റെ മുകളിലാണ്. ഇത് കാറ്റത്ത് കിടന്നിങ്ങനെ ആടും. ഓ, മഴയില്ല, പക്ഷേ മഴ ഉണ്ട്. പക്ഷെ തുള്ളികളെക്കാളും കൂടുതൽ കാറ്റാണ്. ഇത് റെയിൻ മറ്റേ കവറാണ്. അതിൻ്റെ അകത്ത് 2 ജാക്കറ്റ് ഉണ്ട്. 2 ജാക്കറ്റല്ല, ഒരു ജാക്കറ്റും പിന്നെ ഒരു എന്താണ് സ്വെറ്റർ പോലത്തെ സാധനം, പിന്നെ അതിൻ്റെ അകത്ത് ടീഷർട്ടുണ്ട്. 8 ഡിഗ്രി ടെമ്പറേച്ചർ, പക്ഷേ ഫീൽസ് ലൈക്ക് 5. നല്ല തണുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളവിടെ എത്തി കാണിച്ചാൽ പൂപ്പട്ടലും കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ മഴയും കാറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ. You make me
അല്ല ഗൈസ്, ഞങ്ങൾ എമ്പുരാൻ കാണാൻ കുറച്ച് നേരത്തെ ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. അത്യാവശ്യം നല്ല വലിയ തിയേറ്ററൊന്നും ഞങ്ങളിപ്പോൾ നേരത്തെ പോയി. അപ്പോൾ ഞങ്ങൾ പോപ്കോൺ, ഇവിടെ തിന്നാൻ പോപ്കോണും നാച്ചോസും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഒരു പോപ്കോണും ഒരു ബിയറൊക്കെ മേടിച്ച് സിനിമ കാണാനിരിക്കുകയാണ്. 12:15 സിനിമ. ഇപ്പോൾ സമയം എത്രയും കുറച്ച് ടൈം 11:30 ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട്. ഓക്കെ, അപ്പോൾ പടം തുടങ്ങട്ടെ. ഓക്കെ, ശരി, ബൈ ബൈ. അല്ല ഗൈസ്, പടം കഴിഞ്ഞ്. പടം അടിപൊളി, ഒന്നും പറയില്ല. കിടിലൻ പടം. 3 മണിക്കൂറുണ്ട്. പക്ഷേ ഇറ്റ്സ് വെരി എൻ്റർടൈനിങ്. എല്ലാ സിനിമാറ്റോഗ്രാഫിയും മേക്കിംഗ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് മലയാളം, അതായത് മലയാളം ആക്ടേഴ്സ് ഉള്ളത് മലയാളം മൂവി, പക്ഷേ മറ്റേത് ഹോളിവുഡ്. അമ്മാരി സാധനം. പക്ഷെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. എനിക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഫൈറ്റ് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി തോന്നുന്നു. എനിക്ക് ആ സമയത്ത് ചെറുതായിട്ട് ഉറക്കം വന്നു. 2-3 സീനൊക്കെ ഞാൻ കണ്ണടച്ചു. പക്ഷേ അത് ആ ലാസ്റ്റ് ഫൈറ്റ് സീൻ അത് കുറച്ച് ഒന്നുകൂടി മരിക്കിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായേനെ. അത്ര ഉള്ള അയാളെ വെറുതെ എന്തായാലും കറിയാ കൊല്ലുമെന്ന് വെറുതെ വെച്ച് നീട്ടിക്കൊണ്ട് എനിക്കറിയാൻ പാടില്ല. അത് ചിലപ്പോൾ കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആക്കായിരുന്നു. ബാക്കിയുള്ളതൊക്കെ പിന്നെ കുറ്റം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാനായിട്ടുള്ളത് അത് കിടുവായിരുന്നു. പിന്നെ എനിക്ക് ആകെ പറയാനുള്ളത് ചോദിച്ചാൽ ആ ഇനീഷ്യലി ഒരു മറ്റേ 3 ഹെലികോപ്റ്റർ വന്നിട്ട് ഇവരെ മറ്റേ വളയുന്നൊരു സീനുണ്ടല്ലോ, അതിനകത്ത് കാണിക്കുന്ന ഹെലികോപ്റ്റർ ഭയങ്കര ടെക്നിക്കൽ സംഗതി കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും പറയണമെന്നില്ല. അത് കാണിക്കുന്ന ഹെലികോപ്റ്റർ ബേസിക്കലി ഒരു റഷ്യൻ അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. അതിനകത്ത് 2 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്തുനിന്ന് എബ്രഹാം ഖുറൈശിക്ക് നടന്ന് ഇറങ്ങി സ്റ്റെപ്പൊന്നും ഇറങ്ങി വരാനുള്ള സ്ഥലമൊന്നുമില്ല അതിനകത്ത്. അത് റഷ്യൻ ഹൈൻഡ് എന്നാണ് പറയണത്. അത് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അതൊരു മിസ്റ്റേക്ക്. പിന്നെ അതിനകത്ത് ആ ഫയർ ചെയ്യുന്ന ഗണ്ണ്, അത് മാത്രം, ആ 2 സാധനം മാത്രം എനിക്ക് ഇത്ര ഒറിജിനാലിറ്റി ഇല്ല എന്നുള്ള ഇത് വന്നുള്ളൂ. പിന്നെ മലയാള സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പറയണമെങ്കിൽ കുറ്റം പറയേണ്ട ആകെ ആ 2 സാധനം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അല്ലാണ്ട് പൊളി സിനിമ, അടിപൊളി സിനിമയാണ്, ഒന്നും പറയില്ല. എല്ലാത്തിനെയും തൂത്തുവാരി എല്ലാ പാർട്ടികളും കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടീനെ വിട്ടിട്ടില്ല. എല്ലാത്തിനും 3 കേരളത്തിലുള്ള 3 മെയിൻ പാർട്ടിക്ക് 3 കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിക്കും കൊടുത്തിട്ടുണ്ട്. വെരി ടേസ്റ്റ്ഫുൾ. അതല്ലേ സാധനം. ഓക്കെ, അപ്പം നമ്മളിനി ഷ്വേബേബാൻ ആടുന്ന മെട്രോയിലോട്ട് കയറാൻ പോവാണ്. നമ്മളിവിടുന്ന് ആടിയാടെ എവിടെ പോണേ? സ്റ്റേഷനിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോവാൻ. അപ്പോൾ ഇവിടെ കാണണ്ടേ? നമ്മൾ നോക്കട്ടെ, ഇവിടെ ഭക്ഷണം കഴിച്ച് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് അവിടെ തന്നെ പോകാൻ നോക്കാം. അത് ബാൺഹോഫിനകത്തായിരിക്കുള്ളൂ, വേറെ അടവായിരിക്കില്ലേ? ഞങ്ങൾ നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. കയറി ഗൈസ്, ആടുന്ന ട്രെയിനകത്ത് കയറിയിട്ടുണ്ട്. നല്ല ആട്ടം ഉണ്ടല്ലേ? എനിക്ക് ചെറുതായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ജർമ്മനി വന്നപ്പോൾ തുടങ്ങിയാണ്. ഓക്കെ, 2 വിഷ്ണു 86, 2 മലയാളി കുട്ടികളെ പരിചയപ്പെട്ടു. ഗ്രീഷ്മ, അനുപമ, ഇവർ 2 പേരോട് പഠിക്കുകയാണ്. ഈ കുട്ടിയുടെ ഡബിൾ വയസ്സ് എനിക്കുള്ളൂ. വിഷ്ണു 86 യൂട്യൂബ് ചാനൽ പറഞ്ഞു നോക്കട്ടെ.
ഞങ്ങൾ ഇതിനിടെ ഭക്ഷണം കഴിക്കാൻ പോയി ഗൈസ്. നമ്മൾ തിരിച്ച് ഭൂപ്പട്ടൽ HVFലെത്തി. ഇനി ഇവിടെ നിന്ന് ട്രെയിൻ കയറി കൊലോൺ മെസ്സേ ടു ട്രോയ്സ് നമ്മുടെ വീട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു, സിനിമ പ്ലസ് ഭൂപ്പാട്ടിൽ. ശരിക്കും പറഞ്ഞാൽ കുറേ കാണാനുണ്ട്, പക്ഷേ ഇപ്പോൾ സമയമില്ല. ഇവിടെ ഒരു സൂ ഉണ്ട്, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സൂ ഇൻ ജർമ്മനി. 4500 ആനിമൽസ് ഒക്കെ ഉള്ള സൂ ആണ്. പക്ഷേ സമയമില്ല, 5 മണിക്ക് അടയ്ക്കും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല. അപ്പോൾ അതാ നമ്മൾ തിരിച്ചു വേണം. പിന്നെ എന്നാൽ നാളെ ഓഫീസൊക്കെ ഉണ്ട്. സോ നത്തിങ് മച്ച് മോർ ടു ഡു. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. That's it for this vlog. Catch you on the next one. Bye.